I'm going to Bangalore. അതെ, ബാംഗ്ലൂർ. സോ അതിന്റെ പാക്കിംഗ് തുടങ്ങിയാലോ? ഞാൻ കൊണ്ടുപോകുന്ന ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കി റെഫർ ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യത്തെ ക്ലോത്തിങ് ആൻഡ് ആക്സസറീസ്. സോ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ആവുന്നത് എന്താ, ഫോർമൽ ഡ്രസ്സ്, അതായത് ഫോർമൽ ഷർട്ടും പാൻറ്റും എല്ലാം. പിന്നെ അല്ലാണ്ട് ഈ കാഷ്വൽ പാൻസ് ഒക്കെ ഇല്ലേ, ജീൻസും പാൻസും എല്ലാം, അത് വേറെ ഒരെണ്ണം. പിന്നെ പുറത്തിടാനുള്ള ടീഷർട്ട്സ് കുറേ ഉണ്ട്. എനിക്ക് ഷർട്ടിനേക്കാളും കൂടുതൽ ടീഷർട്ട്സ് ഇപ്പോൾ കൂടുതലുള്ള. പിന്നെ പുറത്തിടാനുള്ള ഷർട്ട്, പിന്നെ വീട്ടിലിടാനുള്ള ട്രൗസർ, പാൻറ്റ്, വീട്ടിലിടാനുള്ള ബനിയൻ, ഇതൊക്കെയാണ് ഡ്രസ്സിങ്ങിൻ്റെ കാറ്റഗറിയിൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷഡി. എന്ത് പറഞ്ഞാലും ഇത് മറക്കരുത്, ഇത് മെയിനാണ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. പിന്നെ അതല്ലാണ്ട് തൊപ്പിയുണ്ട്, തൊപ്പിയുള്ളവർ തൊപ്പി എടുത്തോ. പിന്നെ സോക്സ്, ഹാൻഡ് കർച്ചീഫ്, പിന്നെ ഒരു ബെൽറ്റ്, 1-2 ബെൽറ്റ്. എൻ്റെ കേസിൽ ഇത് ഈ 2 കളറും ട്വിസ്റ്റ് ആണ്, തിരിക്കാൻ പറ്റും. ബ്രൗൺ ആയിട്ട് യൂസ് ചെയ്യാം, ബ്ലാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് എനിക്ക് ഓർമ്മ മതി. അടുത്തത് ഷൂസും ചെരുപ്പും എല്ലാം ഉണ്ട്. കുറേ ഉണ്ടാണെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ചുണ്ട്. ഷൂസ് ഫോർമൽസിന് ഒരെണ്ണം, പിന്നെ പുറത്തിടാനുള്ള ഒരെണ്ണം, പിന്നെ ചെരുപ്പാണ് ആവശ്യത്തിന് കൂടുതലുള്ളത്. എല്ലാം മിക്കവാറും കൊണ്ടുപോകണേ. കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല, സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ. അടുത്ത കാറ്റഗറിയാണ് ബെഡ്റൂം ആക്സസറീസ്. ബെഡ്റൂം ആക്സസറീസിൽ വരുന്ന സാധനങ്ങളാണ് 2 പില്ലോ കവർ, പിന്നെ 2 സിംഗിൾ ബെഡ് കോട്ട്, ബെഡ്ഷീറ്റ്. കാരണം അവിടുത്തെ ഞങ്ങളുടെ PG-യിലെ ബെഡ് സിംഗിൾ ബെഡ് ആയതുകൊണ്ട്. പിന്നെ ഉള്ളത് 2 തോർത്ത്. ഒന്ന് ഈ മെറ്റീരിയലിന്റെ തോർത്ത്, പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതേപോലെ തന്നെ ഉള്ളതാണ് നല്ല സോഫ്റ്റ് കമ്പിളി പോലത്തെ ബെഡ്ഷീറ്റ് അല്ലോ, ബ്ലാങ്കറ്റ് ഇതൊക്കെയുണ്ട്. ഇതും പൊളിച്ചിട്ടില്ല, അവിടെ പോയിട്ട് പൊളിക്കണമുള്ളൂ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. നെക്സ്റ്റ് കാറ്റഗറി സ്കിൻ കെയർ ആൻഡ് പേഴ്സണൽ ഹൈജീൻ. അതിൽ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ എന്താ, ഫേസ് വാഷിൻ്റെ ഒപ്പം ഫേസ് സ്ക്രബ്. ഇത് രണ്ടും നല്ലതാണ് സ്കിന്നിന് വേണ്ടി. പിന്നെ അതല്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും മെയിനായിട്ട് വേണ്ട സാധനമാണ് മോയ്സ്ചറൈസർ. പിന്നെ അതിൻ്റെ ഒപ്പം സൺസ്ക്രീൻ ബുക്ക് എടുത്തോളൂ, അത് വന്നിട്ടില്ല, അത് വന്നു കഴിഞ്ഞിട്ട് അതും ബാക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം വിറ്റമിൻ C സെറം എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. പിന്നെ ഉള്ളത് ഷേവിങ് സെറ്റ്, ബ്ലേഡും ഷേവിങ് സെറ്റ്, പിന്നെ ഡിയോഡ്രൻറ്റ്, വാസ്ലിൻ, ലിപ് ബാമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇയർബഡ്സ്, ചീപ്പ്, നെയിൽ കട്ടർ, പിന്നെ ട്രിമ്മർ, പിന്നെ ഷേവിങ് ക്രീം. ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന ഐറ്റംസ്. ബാക്കി അവിടെ പോയിട്ട് ആവശ്യം അനുസരിച്ച് മേടിക്കാം. ഇത് തന്നെ മതിയാവും, വേറെ ഒന്നും ആവശ്യം വരില്ല. ഇതൊക്കെയാണ് പേഴ്സണൽ ഹൈജീനും സാധനങ്ങൾ. അടുത്ത കാറ്റഗറിയാണ് നമ്മുടെ ബാത്റൂം ഐറ്റംസ്. അതിൽ ഫസ്റ്റ് ഐറ്റമാണ് സോപ്പ്. ഞാനിപ്പോൾ ലെക്സിൻ്റെ സോപ്പ് മേടിച്ചേക്കണം. ഇത് ഓഫർ നിൽക്കുകൊണ്ട് 3 ഒരുമിച്ച് മേടിച്ച്. പിന്നെ ഓഫ്കോഴ്സ് നമുക്ക് സോപ്പ് വെക്കാൻ ഒരു ഡപ്പ വേണം. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉള്ളത് തന്നെ കൊണ്ടുപോകണം, പുതിയത് മേടിക്കാനൊന്നുമില്ല. വലിയ ഏക്കണം നിർബന്ധമുള്ളതുകൊണ്ട് ഒരു ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ടങ് ക്ലീനറും എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് തലയിൽ ഇടാൻ വേണ്ടി ഒരു ചെറിയ കുപ്പി മേടിക്കാൻ കാരണം തലയിൽ എണ്ണ ഇടല് കുറവാണ്. അപ്പം വേണമെങ്കിൽ അവിടെ മേടിക്കാമല്ലേ ബാക്കി. പിന്നെ ഉള്ളത് ഷാമ്പൂവും കണ്ടീഷണറും, പിന്നെ തേച്ചുരച്ച് കുളിക്കാൻ ഒരു സ്ക്രബ്ബർ. പിന്നെ ഇതൊന്നും പോരാണ്ട് അവിടെ ചെന്നിട്ട് ബക്കറ്റും മഗ്ഗൊക്കെ എനിക്ക് അവിടെ പോയി ആവശ്യം അനുസരിച്ച് പുതിയൊരു മേടിക്കേണ്ടി വരും. കാരണം അവിടെ പോയാലേ വേറെ എന്തൊക്കെയാണ് വേണമെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാണ്ട് ഈ വാഷിംഗ് മെഷീൻ അവിടെ തന്നെ ഉണ്ട്. അപ്പം ഡിറ്റർജൻറ്റും സാധനങ്ങളൊക്കെ അവിടെ പോയിട്ടേ മേടിക്കുള്ളൂ. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. നെക്സ്റ്റ് നമുക്ക് എവിടെ പോയാലും ആവശ്യം വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ മെഡിസിൻ കിറ്റ്. ഞാനിപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബാൻഡേജ്, പിന്നെ കഫ് സിറപ്പ്, പിന്നെ ഒരു ഒട്രവിൻ. കാരണം എനിക്ക് രാത്രി മൂക്കടപ്പിൻ്റെ പ്രശ്നമുണ്ട് എടുക്ക്, അപ്പോൾ അതിനുവേണ്ടി എടുത്താക്കണേ. പിന്നെ ഉള്ള വോളിനി, വിക്സ്, സ്ട്രെപ്സിൽസ്, പിന്നെ ഡോളോ ടാബ്ലറ്റ്സ് പനി വന്ന് ഉപയോഗിക്കാൻ, പിന്നെ കുറച്ച് ഓർബിറ്റ്സ്. അടുത്തത് നമുക്ക് ഗാഡ്ജറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് ലാപ്ടോപ്പിൻ്റെ ചാർജർ, ഫോണിൻ്റെ ചാർജർ, പവർ ബാങ്ക്, പിന്നെ ലാപ്ടോപ്പ് കൂൾ ചെയ്യാനൊരു ഫാൻ പോലെ ലാപ്ടോപ്പിൻ്റെ മേളിൽ വെക്കാൻ, പിന്നെ ഒരു ഇയർഫോൺ. നിങ്ങൾക്ക് ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോൺ നിങ്ങളുടെ ഇഷ്ടത്തിൽ എടുക്കാം. പിന്നെ ഒരു ബെഡ് ടേബിൾ എടുക്കാറുണ്ട് ഈ ലാപ്ടോപ്പ് ഇതൊക്കെ വെക്കാൻ വേണ്ടി. സോ ഗൈസ്, ഇതൊക്കെയാണ് എക്സ്ട്രാ വന്ന ഐറ്റംസ്. കാരണം ഇത് ഏത് കാറ്റഗറി ഇടണമെന്ന് അറിയില്ല. കാരണം ഈ സ്റ്റേഷനറി ഉണ്ട്, അല്ലാത്ത ലഞ്ച് ബോക്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് എടുക്കാമെന്ന് ഓർത്ത്. സോ ഈ സൈഡിൽ തുടങ്ങുകയാണെങ്കിൽ 2 കുപ്പികളുണ്ട്. ഒരെണ്ണം റൂമിൽ വെക്കാൻ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പി, പിന്നെ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹാങ്ങർ, ഡ്രസ്സ് തൂക്കാൻ, പിന്നെ ഡ്രസ്സ് ഉണക്കാനിടാൻ ക്ലിപ്സ്, പിന്നെ മതിലിൽ തൂക്കാൻ വേണ്ടി ഒട്ടിക്കുന്ന സ്റ്റിക്കറില്ലേ, അത് 3 എടുക്കുന്നുണ്ട്.
പിന്നെ ഓഫ് കോഴ്സ് കൊട, സിസേഴ്സ്, ഹൈലൈറ്റർ, ഫെവിസ്റ്റിക്ക്, പിന്നെ സ്റ്റാപ്ലർ, അതിൻ്റെ പിന്നെ പൗച്ചും പേനകൾ, ഒരു ലഞ്ച് ബോക്സ്, റൂം ഫ്രഷ്നർ, പിന്നെ ബൈബിളും കൊന്തയും. ഇതൊക്കെയാണ് എക്സ്ട്രാ വന്ന ഐറ്റംസ്. സോ അങ്ങനെ നമ്മളുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്ന ബാഗ്. ഇതെല്ലാം എൻ്റെ ബാഗ് മാത്രമാണ്, ഈ പാരൻസിന്റെ ലഗേജ് വേറെയാണ്. അപ്പൊ ഞാൻ ഇതിൽ എടുത്താക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇതിനകത്താണ് എൻ്റെ ക്ലോത്ത്സും മെയിൻ ആയിട്ടുള്ള എല്ലാ നല്ല ഡ്രസ്സും സാധനങ്ങളും വെച്ചായിരുന്നത്. ഇതിനകത്ത് ആക്സസറീസും പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ചെരുപ്പ്, ഷൂസ്, പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇതിൽ വെക്കും. പിന്നെ ഇതാണ് മെയിൻ ഗാഡ്ജറ്റ്സിന്റെ ബാഗ്. അത് ലാപ്ടോപ്പ്, ചാർജർ അങ്ങനത്തെ ഇതിൽ വെക്കും. ഈ ബാഗ് തന്നെ ഞാൻ കോളേജിൽ കൊണ്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് ബാഗ്. അപ്പൊ നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ബാംഗ്ലൂരിൽ ഇതുപോലത്തെ ഇനി കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് ആണ് നമ്മളുടെ സ്കിൻ കെയർ ആൻഡ് നെക്സ്റ്റ് സ്കിൻ കെയർ ആൻഡ് കാരണം ഞങ്ങളുടെ അവിടുത്തെ ബെഡ് സിംഗിൾ ബെഡാണ്. കാരണം